നമ്മുടെ ജനനായകനെ നമ്മളിവിടെ കൊണ്ടുവന്നു. ഒരു യാത്രയാണ്, സുരേഷേട്ടന്റെ സിനിമകളിലൂടെ ഉള്ള ഒരു യാത്രയിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കഥാപാത്രങ്ങളിലൂടെ, ജീവിതത്തിലെ ഒരുപാട് മൈൽ സ്റ്റോണുകളിലൂടെയൊക്കെ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് അടിച്ചല്ലോ സുരേഷേട്ടാ. സിനിമ ശ്വസിക്കുന്ന കൊല്ലത്തെ ഒരു വീട്ടിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് കാലം കൈപിടിച്ച് നടത്തിയ ഒരു കുഞ്ഞു പയ്യൻ. ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ഗോപിനാഥൻ പിള്ളയുടെയും ഗാനലക്ഷ്മി അമ്മയുടെയും മൂത്ത മകനായ അവന് അന്നത്തെ അപ്രനക്ഷത്രങ്ങൾക്ക് നടുവിൽ ഹരിശ്രീ കുറിക്കാനായിരുന്നു നടന നിയോഗം. എന്നിട്ട് നിന്റെ മോൻ പറയുന്നു എന്റെ മോനെ തല്ലണം. കൗമാരവും കലാലയവും എല്ലാം കൊട്ടകകൾ പങ്കിട്ടെടുത്ത രാപ്പകലുകളിൽ അവനൊരൊറ്റ സ്വപ്നം, സിനിമ. ഒടുവിൽ 21 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ 6 അടി പൊക്കക്കാരനെ ആവാഹിച്ചു തുടങ്ങി അപ്രപാളികൾ. വിൻസെന്റ് തോമസിന്റെയും സേതുരാമയ്യരുടെയും തേരാളിയായി വിജയ അശ്വമേധം നയിച്ചവന് ഒരു ഡബിൾ പ്രൊമോഷൻ. പിൽക്കാലം എത്രയോ വട്ടം തലമുറകൾ കൈയടിച്ച സവിശേഷമായ ആ അനുനാസിക സ്വരത്തിന്റെ വിസ്ഫോടനം. കഥാപാത്രം സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ട് ആദ്യമായി അഭിമാനം കൊണ്ട ശേഖരൻകുട്ടി. തുടർന്ന് സാക്ഷാൽ MTയുടെ തൂലികയിൽ പിറന്ന സ്വപ്ന തുല്യ കഥാപാത്രം ആരോമൽ. പ്രണയികളുടെ നെഞ്ചിലെ വിങ്ങലായ നരേന്ദ്രൻ. നിങ്ങൾ ഉദ്ദേശിച്ച പെൺകുട്ടി ഇവരല്ലേ? നടുക്കത്തോടെ കണ്ടിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ്. അഭ്രഗന്ധർവനും അയാളിലെ നടനെ അടയാളപ്പെടുത്തിയ 90കളുടെ തുടക്കം. ഗുരുക്കന്മാരുടെ കളരികളിൽ നല്ല നടനെന്ന് പേരെടുത്തവന്റെ തലവര ഒരിക്കൽ കൂടി മാറ്റിവരയ്ക്കാൻ ദൈവനിയോഗം പോലെ ആ നടന് ചങ്ങാതിമാരെത്തി. ഡയലോഗും ഷോട്ട്സും തങ്ങൾക്ക് മുമ്പും ശേഷവും എന്ന് എഴുതി ചേർത്ത 2 പേർ. മലയാള സിനിമയിലെ ആ സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ട് പ്രതിഭാശാലിയായ ആ നടന്റെ അത്യുന്നതികളെല്ലാം ഒത്തുചേർത്തപ്പോൾ പിറന്നു വീണത് പുതിയൊരു സൂപ്പർ സ്റ്റാർ. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചങ്ങ് കഴിവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ നായൊന്നും അല്ലടാ പുല്ലേ, ഒന്ന് തേടി വന്ന യമൻ യമൻ നടപ്പിൽ, എടുപ്പിൽ, നടന മികവിൽ, സിംഹഗർജനമായ സംഭാഷണങ്ങളിൽ ഫയർ ബ്രാൻഡ് എന്നതിന്റെ മറുവാക്കായ ആ നായകന് അഴകളവുകൾ, അത്രമേൽ കൃത്യമായ പോലീസ് വേഷങ്ങൾ. അതിന്റെ എക്കാലത്തെയും ടെക്സ്റ്റ് ബുക്കായ ഭരത് ചന്ദ്രൻ. കമ്മീഷണർ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പേര് ചേരൂ, എനിക്ക് ചേരില്ല. കൊച്ചു മലയാളത്തിന്റെ അതിരുകൾക്കപ്പുറം തെന്നിന്ത്യ മുഴുവൻ ആ కాకికుపాయത്തിന്റെ తారపగిట త్రసిపించ నాలుగు. మీ ఆయన గారు కాలేజీ స్టూడెంట్స్ కి జెనెటికల్ సైన్స్ లో థియరీ క్లాస్ తీసుకుంటూ ఉంటే താമര എനിക്ക് ചേർന്നോളല്ലെന്ന് 90കൾക്കൊടുവിൽ അയാൾ വീണ്ടും തന്റെ ക്ലാസ് പ്രേക്ഷകരുടെ കയ്യടി നേടി. അഭിനയ തികവിന്റെ തീച്ചാമുണ്ടിയായ പെരുമലയനെ രാജ്യം ആദരിച്ചത് ദേശീയ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ടായിരുന്നു. മരണമെന്ന ദയ പോലും അർഹിക്കുന്നില്ല. ഇല്ല, വെറുക്കാൻ എനിക്ക് കഴിയില്ല. ഡെന്നിസ് ചാക്കോച്ചി, വിനയചന്ദ്രൻ, മുഹമ്മദ് സർക്കാർ, അയാളുടെ അഭിനയ തിരയാട്ടങ്ങൾ തുടരുക തന്നെയായിരുന്നു. ഇടയിൽ നായകന് വേണ്ടി മാത്രം കൈയടിച്ച ഒരു തലമുറയെ അതുക്കും മേലെയുള്ള ഒരു പ്രതിനായകന് വേണ്ടിയും കൈയടിപ്പിച്ചു കാലത്തിന്റെ ക്യാമറ. തന്നിലെ നടനെ സ്ഫുടം ചെയ്തെടുത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തിയപ്പോഴും ആ സിംഹാസനം അയാൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു കിടന്നു. ഞാൻ ചെയ്ത ശരികളിൽ തെറ്റുകളുണ്ട്, എന്റെ തെറ്റുകളിൽ ശരികളും.
നടനും നക്ഷത്ര നായകനും മാത്രമല്ലാത്ത ഒരാൾ, നാട്യങ്ങളില്ലാത്ത പൊതുപ്രവർത്തകൻ കൂടിയായ ഒരാൾ, വിണ്ണിലെ താരത്തേക്കാൾ മണ്ണിൽ ചവിട്ടി നടക്കാൻ എക്കാലത്തും ഇഷ്ടപ്പെട്ട ഒരാൾ. അതെ, നടനും താരത്തിനുമപ്പുറം സിനിമയിലും ജീവിതത്തിലും ജനനായകനായി മാറിയ മലയാളിയുടെ അഭിമാനം സാക്ഷാൽ സുരേഷ് ഗോപി. 4 പതിറ്റാണ്ടിലേക്ക് കുതിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന്റെ ആഘോഷ നിമിഷങ്ങൾ. ജനനായകൻ. ഇത് അവരുടെ 3 പേരുടെ അല്ല, കണ്ടുകൊണ്ടിരുന്ന കേരള ജനതയുടെ സ്റ്റാൻഡിംഗ് ഒവേഷനായിട്ട് സ്വീകരിക്കുക. മലയാളി കണ്ട സുരേഷ് ഗോപിയാണ് നമ്മളിപ്പോ കണ്ടത്. പിഷാരടിയുടെ മനസ്സിൽ സുരേഷ് ഗോപി നമ്മുടെ ഒരു സ്കൂള് കാലഘട്ടത്തിൽ തുടങ്ങിയ ആരാധനയാണ്. സ്കൂള് കാലത്ത് തുടങ്ങുമ്പോൾ അന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഉച്ചത്തിൽ സംസാരിക്കുന്ന, പ്രതികരിക്കുന്ന, അടിയിടി വേളങ്ങളിലൊക്കെ ഇടപെടുന്ന, നമ്മൾക്ക് എല്ലാവരും കുട്ടികൾ കള്ളനും പോലീസും കളിക്കുമ്പോൾ ആൾക്കാർ പോലീസാവാൻ പിള്ളേർ വാശി പിടിക്കുമെന്ന് പറഞ്ഞ പോലെ അത്തരത്തിലുള്ള പോലീസ് വേഷങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ആ കാലം കൊണ്ട് തന്നെ ആരാധിക്കുന്ന ഒരാളാണ് സുരേഷ് ഏട്ടൻ. സിനിമകൾ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായ പല കാര്യങ്ങളിൽ നമുക്ക് പിന്നീട് ഒരു അടുപ്പം തോന്നുമല്ലോ. അതിൽ ഒരു കാര്യം, തൃശ്ശൂരിൽ പ്രചരണത്തിന് പോകണം. അവിടെ സുരേഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഫെട്ടേണിറ്റിയിലുള്ള പരിചയക്കാര് എതിരെ നിൽക്കുന്ന എവിടെയും പ്രചരണത്തിന് പോകുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പത്മജ ചേച്ചിയാണ് മത്സരിക്കുന്നത്. അങ്ങനെ സുരേഷ് ഏട്ടനെ വിളിച്ച് ചോദിക്കുകയാണ്, സുരേഷ് ഏട്ടനെതിരെ പ്രചരണത്തിന് ഞാൻ വന്നോട്ടെ? അപ്പം അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവ് എന്ന് പറഞ്ഞത്, ഒരിക്കലും ഇത്തരത്തിലൊരു കാര്യം ഞാൻ വേണ്ടെന്ന് പറയില്ല, സധൈര്യം നീ എനിക്കെതിരെ ഇവിടെ പ്രചരണത്തിന് വന്നോളൂ, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അത് ഒരു നടൻ എന്നതിലപ്പുറം ഇപ്പൊ ഈ പേരിട്ട ഈ ഷോയിൽ, ഒരു ജനനായകൻ എന്ന് നമ്മൾ പറഞ്ഞ ഈ പേരിട്ട ഷോയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാതൃകയാണ് അവിടെ സുരേഷ് ഏട്ടൻ കാണിക്കുന്നത്. 100% പറയാൻ നിന്നാൽ ഒരുപാടുണ്ട് സുരേഷ് ഏട്ടനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടും ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിലെ കലാകാരൻ എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കുന്നതിന്റെ തെളിവാണ് പാപ്പൻ എന്ന് പറയുന്ന ലാസ്റ്റ് പുറത്തിറങ്ങിയ സിനിമയുടെ വിജയം. പലരും പറഞ്ഞു സിനിമ ഇനി അയ്യോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന പോയിന്റ് ഇന്ന് അതും വിജയിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു. അങ്ങനെ ഞാൻ കണ്ട സുരേഷ് ഗോപി വളരെ വിശാലനായിട്ടുള്ളൊരു കലാകാരനും മനുഷ്യനുമാണ്.